ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡ് നോക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കിയേ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിച്ചെടുക്കാൻ പോകുന്നത് ബിഗിനേഴ്സിനൊരു ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് പലർക്കും ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെ റോഡിൻ്റെ വെളിയിലേക്ക് സൈഡ് ഒതുക്കി നിർത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പലർക്കും വണ്ടി റോഡിൻ്റെ വെളിയിൽ ചേർത്ത് നിർത്താനായിട്ട് അറിയത്തില്ല. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഒരു വണ്ടി നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചേർത്ത് നിർത്താനായിട്ട് കഴിയും, നിങ്ങളുടെ ഐഡിയയ്ക്ക് തന്നെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വണ്ടി ഓടിക്കുന്ന ഒരു ബിഗിനറിന് എന്തായാലും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടെക്നിക്കാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു വണ്ടിയെ ഒതുക്കി നിർത്തുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് എപ്പോഴും ചേർത്ത് ഒതുക്കി പാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററും കൃത്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം നമുക്ക് സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടത്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇവിടെ സൈഡിലായിട്ട് ഒതുക്കി നിർത്തണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് മാത്രം ഒതുക്കാതെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ ഒതുക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ഒതുക്കുന്ന സമയത്ത് ബാക്ക് സൈഡും കൂടെ ചേർത്ത് ഒതുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, നമുക്ക് ഇവിടുന്ന് ഡാഷ്ബോർഡിൻ്റെ ഈ സെൻറ്റർ ലെവലിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ നോക്കുക, ഡാഷ്ബോർഡിൻ്റെ ഈ സെൻറ്റർ ലെവലിൽ നോക്കുമ്പോൾ ഈ റോഡിൻ്റെ എൻഡ് ക്ലിയർ ആണ്. അതായത് മുന്നിൽ കാണുന്ന റോഡിൻ്റെ എൻഡ് ക്ലിയർ ആണ്. അതിനർത്ഥം നമ്മുടെ വണ്ടി ഇപ്പം ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വണ്ടിയെ പതിയെ വെളിയിലേക്ക് ഇറക്കുക. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററും കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ റോഡിൻ്റെ ഈ ഒരു എൻഡ് മാറി, ഇങ്ങനെ മാറി. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡ് നോക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു എ പില്ലറിൻ്റെ ലെവലിൽ വന്നു. ഇത് എ പില്ലറാണ്. ഈ എ പില്ലറിൻ്റെ ലെവലിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വണ്ടിയെ വീണ്ടും സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെ ആക്കിയിട്ട് വീണ്ടും മുന്നിലേക്കൊന്ന് മൂവ് ആക്കുക. ഇപ്പോൾ ഈ എ പില്ലറിൻ്റെ ലെവൽ മാറി. ഇപ്പോൾ ഈ മിററും കഴിഞ്ഞത് റോഡിൻ്റെ എൻഡ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് കാണാം. ഈ ഒരു ഭാഗത്ത് ഏകദേശം നിങ്ങൾ നോക്കിയേ, ഈ ഒരു പകുതിയിൽ റോഡിൻ്റെ എൻഡ് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം പകുതിയോടടുത്ത് ഈ ഡോറിൻ്റെ എൻഡ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് പിടിച്ചിട്ട് നമ്മളിത് ഈ റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ഇങ്ങനെ വണ്ടി വലത്തെ സൈഡിലേക്ക് പതുക്കെ തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ഈ റോഡിൻ്റെ എൻഡ് ഈ ഒരു ഭാഗത്താണ്. ലെഫ്റ്റ് സൈഡും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, നമുക്കിപ്പോൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നമ്മുടെ വണ്ടി ഒതുക്കാനായിട്ട് കഴിഞ്ഞു. കണ്ടില്ലേ, ഇത്രയധികം ഒരു സ്പേസ് വന്നു. അപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ച് ചെയ്യുക. അത് റൈറ്റ് സൈഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. വീണ്ടും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് അത് ഒതുക്കുന്ന ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് കുറച്ചും കൂടെ ചേർത്തൊന്ന് ഒതുക്കണം. ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നു, എൻഡ് ചേർന്നു. ഇനി ഈ ഒരു സൈഡിലേക്ക് ഒതുക്കണം. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ റോഡിൻ്റെ എൻ്റെ എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് മാത്രമേ കയറിയിട്ടുള്ളൂ, ബാക്ക് ഇവിടെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് വേണം. ഇങ്ങനെ മുന്നോട്ട് നമ്മൾ വരുന്നു. മുന്നോട്ട് വന്ന് ഏകദേശം ഈ റോഡിൻ്റെ എൻഡ്, നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ എൻഡോ ഈ ഒരു ഭാഗമോ നിങ്ങൾ കണക്ക് കൂട്ടുക. ഈ ഒരു ലൈൻ, ഈ ഒരു ഭാഗം കണക്ക് കൂട്ടുക. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ വെളിയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് വണ്ടിയുടെ ബാക്ക് ഈ സൈഡിലേക്ക് വന്നോളും. അതുകൊണ്ടാണ് ഈ ഒരു എൻഡ് ഇങ്ങനെ നോക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഇങ്ങനെ സ്റ്റിയറിംഗ് പതുക്കെ വലത്തെ സൈഡിലേക്ക് ഒടിച്ചൊടിച്ച് വരുന്നു. കണ്ടോ, അപ്പോൾ റോഡിൻ്റെ എൻഡും കഴിഞ്ഞ് നമ്മൾ വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്തു. ഓക്കെ, കണ്ടില്ലേ.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇനി നിങ്ങൾ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ നമുക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്പേസുകളിൽ മാത്രം റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ 3rd ഗിയറിൽ വരികയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണല്ലോ, ഇവിടുന്ന് നമ്മൾ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഓടിക്കുന്നു. ഇങ്ങനെ ഓടിച്ച് നന്നായിട്ട് ഓടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓടിച്ച് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നതിനനുസരിച്ച് വണ്ടി നിവർത്തുക. ഇനി നമ്മൾ ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു എ പില്ലറില്ലേ, എ പില്ലർ മാക്സിമം നമ്മൾ എവിടെയാണോ ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ റോഡിൻ്റെ ഏകദേശം ഒരു ലെവൽ നമ്മളിത് ആ ഒരു ലൈൻ കണ്ടില്ലേ, ആ ഒരു ലൈൻ ഏകദേശം ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഒരു എ പില്ലറും ചേർന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് മുന്നോട്ട് ഇങ്ങനെ കയറി വരിക, എ പില്ലറിനോട് ചേർന്ന് ഇങ്ങോട്ട് കയറി വരിക, റൈറ്റ് സൈഡ് ചേർന്ന് വരിക. അതിനുശേഷം മാത്രമേ നമ്മളിത് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചേർന്ന് വന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഒടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇവിടെ ചേർന്ന് വരാനായിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടിയെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾ നോക്കുക, ഇനി അതിനൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ തന്നെ നോക്കുക, നിങ്ങൾ മുന്നിലേക്ക് നോക്കുക, നമുക്കിത് ഈ ഒരു ഭാഗത്തൊരു സ്പേസ് ഉണ്ട്. ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. 3rd ഗിയറിലാണ്, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരികയാണ്, തിരിഞ്ഞു വരുന്നു. ഇങ്ങനെ തിരിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, എ പില്ലറും കഴിഞ്ഞ് ഈ ഒരു റോഡിൻ്റെ എൻഡ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മാക്സിമം നമുക്ക് ഈ ഒരു എൻഡിലേക്ക് ചേരണം നമ്മുടെ വണ്ടി. ഇങ്ങനെ മാക്സിമം ഈ എൻഡിലേക്ക് ചേരുമ്പോൾ നമുക്കറിയാലോ, ഈ ഒരു എ പില്ലർ വെച്ച് നമുക്ക് വണ്ടിയുടെ ഈ ഒരു എൻഡ് ഏകദേശം പിടികിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക്, അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. പതിയെ ഒടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗത്ത് സ്പേസ് കിട്ടും. ആ സ്പേസ് കിട്ടാനാണ് നമ്മൾ ഇങ്ങോട്ട് ചേരാനായിട്ട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെ സേഫായിട്ട് വണ്ടി ഒതുക്കി ഒരു സൈഡിലേക്ക് നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഈ ഒരു റൈറ്റ് സൈഡിലുള്ള പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ ഒരു സൈഡിലേക്ക് ചേർന്ന് വരിക. ആ സമയത്ത് നമ്മളുടെ എ പില്ലറിൻ്റെ ഈ ഒരു എൻഡ് നോക്കുക. അപ്പം ഏകദേശം വണ്ടിയുടെ ഈ ഫ്രണ്ട് നമുക്ക് ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരും. അതിനുശേഷം പതിയെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് നമ്മൾ വണ്ടി മൂവ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വണ്ടി ആ റോഡിൻ്റെ എൻഡും കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.